ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, കൈപ്പക്ക വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെയാണ് എരിവിങ്ങനെ തൊണ്ടയ്ക്ക്. അപ്പോൾ കൈപ്പൊക്കെ വെച്ചിട്ട് സാധാരണ എല്ലാവരും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറക്കാറല്ലേ പതിവ്. ഇത് ഒരു വെറൈറ്റി ഒന്നുമില്ല. കൈപ്പൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യണ മാതിരി നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ, കൈപ്പൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പക്ഷെ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൈപ്പക്കത്തോരനാണ് കേട്ടോ. സംസാരത്തിനിടയ്ക്ക് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മളെ കൈപ്പൊക്കെ സാധാരണ കട്ട് ചെയ്യാറില്ലേ, നീളമായിട്ട് തോരന് വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നീളത്തിൽ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കഴുകിയതാണ് കേട്ടോ, കൈപ്പൊക്കെ കഴുകിയതാണ് ഞാൻ. നോർമലി പണ്ടേ പറയുന്നേക്കാളോ അതിൻ്റെ വിറ്റാമിൻസൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കഴുകിയിട്ട് കട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. കൈപ്പൊക്ക എന്നല്ല, എന്ത് വെജിറ്റബിൾസ് ആയാലും നമ്മൾ ആദ്യം കഴുകിയതിന് ശേഷം കട്ട് ചെയ്യാറ്. അപ്പം ഞാൻ കരുതി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെയും കഴുകണ്ടല്ലോ. കാണാമല്ലോ. അപ്പം നമുക്ക് കാണിക്കണ്ടേ? അതിങ്ങനെ വയ്ക്കാം. അപ്പോൾ കാണാമല്ലോ. സെറ്റല്ലേ? ഇപ്പം സെറ്റല്ലേ? ഇതുണ്ടോ? ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേറിങ്ങനെ മുറിക്കണേ. നേറിങ്ങനെ മുറിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ലോണം ഫ്രൈ ആക്കി എടുക്കണ്ടോ. അപ്പം നമ്മൾ വിചാരിക്കണം അങ്ങനെ ടേസ്റ്റ് കിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്. അതൊന്ന് റെഡിയായി. മീൻ മറിച്ചിട്ടത് ഒരു സൈഡ് വെന്ത് ഓക്കെ ആയി. അപ്പോൾ അടുത്ത സൈഡും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തു കേട്ടോ. കൈപ്പൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലോട്ട് 2 പച്ചമുളക്,
പിന്നെ എന്താ വേണ്ടതെന്നല്ലേ, ഒരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി കയ്പ്പൊക്കെ വറക്കുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്താൽ എന്താ പോകണമെന്ന് വെച്ചാൽ നല്ല കയ്പ്പുള്ള കയ്പ്പൊക്കെ ആണെങ്കിൽ ഇച്ചിരി കയ്പ്പൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്പ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. കയ്പ്പൊക്കെ ഉണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ കയ്പ്പൊക്ക വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും നല്ല ഉപ്പ് വേണമെന്നുണ്ടാവില്ല, ചിലപ്പം ഇച്ചിരി അധികം വേണം എന്നുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 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 മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കുരുമുളക്, ഇതെല്ലാം പുറത്തേക്ക് പോണേ, ഇത്തിരി കുരുമുളക്, ഒരിത്തിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ സ്പെഷ്യൽ. ഓക്കേ, പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ എന്താ വേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പം നമ്മുടെ കയ്പ്പൊക്കെ ഒന്ന് റെഡി ആയി വരട്ടെ കേട്ടോ. അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് അത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനി പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അത് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എണ്ണ. കടുക് താളിച്ച് വയ്ക്കുമല്ലോ ചെയ്യണേ, എണ്ണ ഒഴിച്ചു കൊടുക്കണം മതി കേട്ടോ. ഇനി അതിലേക്ക് വന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. എണ്ണ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചോളൂ കേട്ടോ. അടച്ച് വയ്ക്കാം. കുറച്ചൊന്ന് അതിൽ നിന്ന് ഫ്രൈ ആയിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട, ഇളക്കി നല്ല മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ട കേട്ടോ. ഈ അമ്പലപ്രാവ് എഴുന്നാ കിട്ടിയെന്നൊന്നും കരുതും, അതുകൊണ്ട് എൻ്റെ വായു കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറയണു. അതിനിടയിൽ ഉപ്പ് നോക്കണം കേട്ടോ. കയ്പ്പ്
അമ്മയുടെ ഉപ്പ് നോക്കല്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. കുറച്ചുകൂടി ഡ്രൈ ആവാനുണ്ട് അത്രേ. അപ്പോൾ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവണ വരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഓ തുമ്മലാണിപ്പം. കഴിഞ്ഞ വീടിനകത്ത് തുമ്മി എന്താണെന്നറിയോ, അത് മറ്റേ പുളിശ്ശേരിനകത്ത് വറ്റൽമുളക് നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തപ്പോൾ അത് അതിൻ്റെ എരിവ് കയറിയിട്ട് തുമ്മി. ഇതിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എരിവുണ്ടല്ലോ, മുളകൊക്കെ ഇട്ടതല്ലേ, കുരുമുളക് കുരുമുളകൊക്കെ ഇട്ടതാണ്. അപ്പോൾ നല്ല എരിവില്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ അത് എരിവിങ്ങനെ മൂപ്പിക്കും. പിന്നെ ജയമുട്ടൻ നന്നായിട്ട് കഴിക്കും കേട്ടോ, കഴിപ്പൊക്കെ. അതിന് അത് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഒലയാണ്ടൊക്കെ ഇതാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണേൻ്റെ അകത്ത് നമ്മൾ സാധാരണ മീൻ പൊരിക്കണ മാതിരി മസാലയ്ക്ക് പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഓരോന്നായിട്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയായാലും നല്ലോണം വെന്ത് ഇതല്ലേ, കൈപ്പക്കല്ലേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം. എനിക്കിങ്ങനെ ഇഷ്ടം. ബീഫ് കുറച്ച് കഴിക്കും, ദേവിട്ട് നന്നായിട്ട് കഴിക്കും. ഏട്ടൻ പിന്നെ ഇവിടെ ഇല്ലല്ലോ. ഏട്ടൻ പിന്നെ തോരനുണ്ടായി എന്ത് വെജിറ്റബിൾസ് ആയാലും നന്നായിട്ട് കഴിക്കും. ഇത് ചിക്കനും മീനൊക്കെ കഴിക്കണതിനേക്കാളിലും കൂടുതൽ വെജിറ്റബിൾസ്, പിന്നെ പരിപ്പ് പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം, കൂടുതൽ കഴിക്കണം. എന്നെയാണ് കാണുന്നത് അല്ലേ? സോറി. മതി കേട്ടോ, ഓവറാക്കണില്ല എൻ്റെ ഗ്യാസ്. അപ്പോൾ മതി. അപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൈപ്പക്ക തോരൻ ഇവിടെ റെഡിയായി. കാണാവും എനിക്ക് ഇവിടെ ഉണ്ടാ. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് അടുത്തിങ്ങനെ പിടിക്കുമ്പോഴേ ഇങ്ങനെ ചൂടിനിങ്ങനെ പുക തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മൂക്കിൽ കയറുമ്പോൾ എരിവല്ലേ, മുളക് ഇട്ടിട്ടല്ലേ, എരിവ് മൂക്കിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ എന്തൊക്കെയോ ആണു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.